സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. MP ഷാഫി പറമ്പിലിന്റെ വടകരയിലെ ഓഫീസ് ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് MPയുടെ ഓഫീസ്. വടകരയിലെ ജനങ്ങളോട് ഒപ്പം നിൽക്കുന്നതാണ് MP. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ഭേദമന്യേയും എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സ് ഷാഫിക്കുണ്ടെന്നും മുല്ലപ്പള്ളി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഷാഫിയെ അങ്ങേയറ്റം ഇഷ്ടമാണ്. കുടുംബത്തിൽ അംഗമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ വടകരക്കാർ ഇത്രയേറെ ആതിഥ്യ മര്യാദയുള്ള ആളുകൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ തന്നെ വീടുകൾ നിങ്ങൾ വരണം, നിർബന്ധമായിട്ട് വരണം, ഞങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷെ എല്ലാവരുടെയും എത്തിച്ചേരാൻ സാധിക്കുമോ? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങയെ കാണാൻ വരുന്ന ആളുകൾ എല്ലാവരെയും തുല്യതയോട് കാണുക. എവരി വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവർക്കെല്ലാം തന്നെ പരിഗണന കൊടുക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക കാര്യങ്ങൾ. അവിടെ മനസ്സുമായിട്ട് നിങ്ങൾ സംവദിക്കണം. അല്ലാതെ ഒരു കാഷ്വലായിട്ട് ജനങ്ങളെ കണ്ടു എന്ന് വരുന്ന രൂപത്തിലുള്ള സമീപനം പാടില്ല. അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒട്ടിയെന്നുകൊണ്ട് പോകുന്ന ഒരു ജനപ്രതിയായി അങ്ങ് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ചടങ്ങിൽ KK രമ MLA, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, N വേണു, പാറക്കൽ അബ്ദുള്ള, അഹമ്മദ് പുന്നക്കൽ, C വത്സലൻ, രാജേഷ് കീഴരിയൂർ തുടങ്ങി നിരവധി നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കാളികളായി. 2009 ഇവിടെ ഈ MPയുടെ ഒരു ഓഫീസ് ആദ്യമായി തുറന്നത്. അന്ന് തുറക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും 10 വർഷം ഇവിടെ തുടർച്ചയായി പ്രവർത്തിച്ചു. വീണ്ടും ഇവിടെ ഒരു MP ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MP നമുക്കറിയാം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നതും നമുക്കറിയാം. അപ്പോൾ ഈ ഓഫീസ് ഓരോ സാധാരണ മനുഷ്യരും വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, എല്ലാം പരിഹരിക്കാൻ കഴിയില്ല, കേൾക്കാൻ അതിന് പറ്റാവുന്നത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ഉയർന്നു വരട്ടെ. നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ MPയും മാറി വരും. MPയും ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വടകരയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും. വടകര പൊന്നാപുരം കോട്ടയാണ് എന്ന് അവകാശപ്പെട്ട ആളുകൾക്ക് അതല്ല. വടകര ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ സാധ്യമാകുന്ന സാഹചര്യം ഞങ്ങൾ ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദരണീയനായ മുല്ലപ്പള്ളി ഇവിടെ മത്സരിച്ചത്. ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ ഏതാണ്ട് 20ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇനി അത് വീണ്ടും തുടരുകയാണ്. ഈ കോട്ട നമുക്ക് നിലനിർത്താൻ സാധ്യമാകണം. കഴിഞ്ഞ 15 വർഷമായി വടകര നമ്മുടെ കയ്യിലാണ്. അത് തുടർച്ചയായി ഇനിയും നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഓഫീസിൻ്റെ സുതാര്യമായ പ്രവർത്തനം ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. MP എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഷാഫി പറമ്പിൽ MPയുടെ ഇടപെടലുകൾ ഈ വടകര മണ്ഡലത്തിൽ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എല്ലാ വിഭാഗം ആളുകളും ഇന്നലെ വരെ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്ന ആളുകൾക്കുൾപ്പെടെ നിർഭയം കയറി വരാൻ പറ്റിയ ഒരു സ്ഥാപനമായി ഓഫീസ് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. വടകരയുടെ MP ഓഫീസ് ഒരിക്കൽ കൂടി UDF സ്വന്തമായിരിക്കുന്നു.
അതും ഇന്ന് കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ, യുവ നേതാക്കളിൽ പ്രമുഖനായ ഷാഫി പറമ്പിലാണ് വടകരയുടെ MP എന്നുള്ളത് നമുക്കേറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. ഈ ഓഫീസിനൊരു രാശിയും ബോക്സുമുണ്ട്. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി സാർ തുടങ്ങിയ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെ പുണ്യം വർദ്ധിപ്പിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ വിജയത്തിനനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്തരവാദിത്വവും അതേസമയം തന്നെ അഭിമാന മുഹൂർത്തവുമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. MP ഓഫീസ് തിരയുമ്പം മുല്ലപ്പള്ളി സാറുടെ ഓഫീസ് അവൈലബിൾ ആണോ എന്നുള്ള പരിശോധനയാണ് ആദ്യം നടത്തിയത്. അത് അവൈലബിൾ ആണെന്നുള്ള വിവരം കിട്ടിയപ്പം അവരുമായിട്ട് സംസാരിച്ചു. അവർ നല്ല മനസ്സോടെ, സാറ് പറഞ്ഞ പോലെ നല്ല മനസ്സോടെ അവരത് അംഗീകരിച്ചു. ഇപ്പോൾ സാറിൻ്റെ കൈകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞതിനെ പൂർണ്ണമായും ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു. ഞാൻ രണ്ട് കാര്യം മാത്രം പറയുന്നു. പരമാവധി ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും. പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിൻ്റെ അടിയുറച്ച വക്താവാവും. കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഈ ഓഫീസിലും വരുന്ന ആളുകളും വികസന കാര്യങ്ങളിലും ഇടപെടലുകളിലും ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിതികളോ ഒരാൾക്കും നീതി ലഭിക്കുന്നതിൽ ഈ ഓഫീസിൻ്റെ മുന്നിൽ ഒരു തടസ്സമാക്കില്ല എന്നുള്ള ഉറപ്പും വാക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. MLA സൂചിപ്പിച്ചതുപോലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ലെങ്കിലും അത് പറയാനൊരിടമില്ല എന്ന് ഒരു വടകരക്കാരനും തോന്നാത്ത തരത്തിൽ അവരുടെ മുമ്പിൽ ഈ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി അവർക്ക് മുമ്പിൽ തുറന്നു വെക്കുമെന്ന് മാത്രം പറയുന്നു. ബഹുമാനപ്പെട്ട ഈ വടകരക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് DC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വടകരക്കാർ നൽകിയ സ്നേഹമാണ് ബാക്കി എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനതയോട് പരമാവധി പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും. എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടുത്തെ പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾക്കുമുണ്ട്. ഇത് ജനങ്ങളുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇടമായിരിക്കില്ല. അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന കാര്യം പറയാൻ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ നിലനിർത്തും. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും.